ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാതെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കുക. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ നല്ലവണ്ണം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും 1 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടികളൊക്കെ മൂപ്പിച്ചില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മസാല പുരട്ടിയെടുത്ത് നമുക്കിത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുത്ത് നമുക്കിത് അരമണിക്കൂറാണ് ഞാൻ മാറ്റി വെക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതങ്ങോട്ട് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പേ വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്നും വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനകത്തുനിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റ് ആയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പോ മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 3 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊന്നും വഴറ്റിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് നമുക്കൊരു പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഗരം മസാല ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം വീണ്ടും നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം വളരെ ടേസ്റ്റോട് കൂടിയുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ഗ്രേവിയോട് കൂടിയുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂണിക് കിച്ചൻസ് കറി വേൾഡ്. ബൈ.